Good afternoon. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 4 മണിക്കൊക്കെ നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പഴം റോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പഴം ഒന്ന് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 4 കട്ടായിട്ട് കട്ട് ചെയ്താൽ മതി. നല്ല പഴുത്ത പഴമായിരിക്കണം. നല്ല തൊലി കറുത്ത പഴമാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. kg നെയ്യ്, പിന്നെ തേങ്ങ ചിരവിയത്, ഫ്രഷ് തേങ്ങ, അതുപോലെ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ഏലക്ക പൗഡറാണ് കേട്ടോ. പിന്നെ പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ ചട്ടിയിലേക്ക്. അപ്പോൾ നമുക്ക് ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം കരിയാൻ പാടില്ല. പിന്നെ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു. തേങ്ങയും നന്നായിട്ട് ഇളക്കി നെയ്യൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ബ്രൗൺ ആവാൻ പാടില്ല. തേങ്ങ അങ്ങോട്ട് ബ്രൗൺ വല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിനോട് കൂടിയിട്ട് നമുക്ക് അടുത്ത നമ്മുടെ പഴം കട്ട് ചെയ്ത് വെച്ചാൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. എന്തൊരു മണാണ്, നല്ല മണം. kg നെയ്യിൻ്റെയും പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ പാടം കണ്ട് ജോയിൻ്റ് ആയപ്പോഴേ നല്ല മണം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്നുകൂടെ അങ്ങോട്ട് കുത്തി ഉടച്ചെടുക്കാം. അതോടെ സംഗതി റെഡി. പഴം റോസ്റ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പഴം വരട്ടിയതെന്ന് പറയുന്നതാവും നല്ലത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ഏലക്ക പൊടിയൂടെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. പഴം എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു
സ്നാക്കാണ്. അതുകൊണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ പഴം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞാനിത് കഴിച്ചത് എൻ്റെ വൈഫ് ഹൗസിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. ആദ്യ കാലത്തൊക്കെ നമ്മൾ വിരുന്ന് പോകുമ്പോൾ നമുക്ക് പിന്നെ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും അതുമാതിരി ബീഫ് ഫ്രൈയും പല വിഭവങ്ങളും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ പഴകി വരുന്തോറും നമുക്ക് ഇത്തരം വിഭവങ്ങളൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ ചെറിയ മരുവനൊക്കെ കൂടെ ഉണ്ടെങ്കിലൊക്കെ നല്ല ഇതായിരിക്കും കേട്ടോ, നമ്മൾ പരിഗണിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, ടേസ്റ്റി വിഭവമാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഗസ്റ്റ് വീട്ടിൽ നമ്മൾ കേക്ക് അല്ലെങ്കിൽ കട്ട്ലറ്റ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഐറ്റംസിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത് നല്ല പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ